ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രേപ്സ് ഐഡിയമാർ. അപ്പോൾ കുറച്ച് നമ്മുടെ തന്നെ വിശേഷങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഈ ഗ്രേപ്സ് കുറേ കാലമായി വെറുതെ ഒരു സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിനും അപ്പുറം നമ്മൾ ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ ചലഞ്ചസിനെ ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 24 കൊല്ലമൊക്കെ മുമ്പ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്തിരുന്നത് വിർച്വൽ സെർവർ എന്നൊരു കൺസെപ്റ്റാണ്. ഈ വിർച്വൽ സെർവർ ഇന്ന് കാണുന്ന രീതിയിൽ അധികം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. നമ്മൾ അന്ന് കാണിച്ചു കൊടുത്തിരുന്ന ഒരു മാജിക്കൽ രീതിയുണ്ട്. ഒരു ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ്, സോഫ്റ്റ്വെയർ നിന്ന് പോകാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ഗ്രേപ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മെയിൻ സെർവർ സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഗ്രേപ്സ് ഓഫ് ആകില്ല. സോ ഇൻവിസിബിൾ വിർച്വൽ സെർവറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരു മജീഷ്യനായിരുന്നത് കൊണ്ടായിരിക്കാം മാജിക്കൽ സെർവർ എന്നാണ് ഞാനന്ന് തന്നെ വിളിച്ചിരുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഇന്നോവേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് അന്ന് ഏറ്റവും ചെറിയ സ്ഥാപനങ്ങൾക്ക് ആക്സസിലുള്ള ഡാറ്റാബേസും അല്പം വലിയ സ്ഥാപനങ്ങൾക്ക് നമ്മൾ MSSQL ഡാറ്റാബേസും ഒറാക്കിളിൻ്റെ ഡാറ്റാബേസ് വേണ്ടുന്നവർക്ക് അങ്ങനെയും ഒരേ സോഫ്റ്റ്വെയർ ഇൻറ്റേർണലി സ്വിച്ച് ചെയ്യാൻ കഴിയുന്നത് അന്ന് ഇൻഡസ്ട്രിയിൽ വലിയ അത്ഭുതം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പേര് അതിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പെർഫെക്റ്റ്ലി ടെക്നോളജി ഇന്നോവേഷൻസ് ഹോസ്പിറ്റൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കൃത്യമായി ആലോചിച്ചിരുന്നത്. അവിടെ ഹോസ്പിറ്റലുകളിൽ ലോങ് റൺ 40-50 കൊല്ലം കഴിഞ്ഞ് ഈ പേഷ്യൻ്റ് വന്നാൽ ഓൺ ക്ലിക്കിൽ ആ ക്ലിനിക്കൽ ഡാറ്റ കിട്ടണമെന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെ കോമ്പാക്റ്റബിലിറ്റി ഓഫ് ഡാറ്റയും ആക്യുറസി ഓഫ് ഡാറ്റ സ്ട്രക്ചറിങ്ങും ഒരുപാട് ശ്രദ്ധിച്ചാണ് നമ്മൾ വന്നിരുന്നത്. ഫിനാൻഷ്യൽ ആക്യുറസി ഒരു ബാക്ക് ബോൺ ആണ് പലപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ. ക്ലിനിക്കൽ ആക്യുറസിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുമ്പോഴും അപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ആക്യുറസി ട്രാൻസാക്ഷൻസിൽ ആവശ്യമുണ്ട്. സോ ആ കാലഘട്ടത്തിലൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് ഒന്നും അല്ലാതിരുന്നത് കൊണ്ട് അന്ന് നമ്മൾ ഈ പറഞ്ഞിരുന്നത് കുറേയധികം ഹോസ്പിറ്റലുകാർക്കൊക്കെ മെമ്മറിയിലുണ്ടാവും, പക്ഷെ അതിന് മറ്റ് മീഡിയാസിലൊന്നും അതിൻ്റെ കണ്ടൻസില്ല. ഒരു 10-11 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഏറ്റവും പഴയ ഇൻഫർമേഷൻ കിടപ്പുള്ളത്. അതിപ്പോഴും ഉണ്ട്. കുറേ പഴയ വീഡിയോസൊക്കെ അന്നത്തെ ടെക്നോളജിയുടെ ഒരു ക്ലാരിറ്റി പ്രശ്നമൊക്കെ കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്തു. പക്ഷേ നല്ല ഒരു വീഡിയോ അവിടെയുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ 10 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ചെയ്ത ആ വീഡിയോ കണ്ടു നോക്കിയാൽ അന്നും നമ്മൾ ഒരു ഹോസ്പിറ്റലിനകത്തെ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ആക്യുറസി, ട്രാൻസ്പെറൻസി, യൂസർ ഫ്രണ്ട്ലിനെസ്സിനെ കുറിച്ച് തന്നെയാണ് അതിലും പ്രതിപാദിച്ചിട്ടുള്ളത്. സോ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മളുടെ ചിന്തയിൽ മറ്റൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് ഓടിപ്പോവുകയോ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും നല്ല സൊല്യൂഷൻസ് കൊടുക്കുന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ച് എങ്ങും ഡിസ്കസ് ചെയ്ത് കാണാനും സാധ്യതയില്ല. സോ ഗ്രേപ്സ് ഓൾവേസ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് ഇന്നോവേഷൻസ് ഫോർ ദ ഹെൽത്ത് കെയർ ഡിജിറ്റലൈസേഷൻ, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ സയൻസിൻ്റെ പുറകെയാണ്. വളരെ മനോഹരമായൊരു സയൻസാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. സോ ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നേഴ്സസിനും ഡോക്ടേഴ്സിനും ഡിജിറ്റലൈസേഷനെ കുറിച്ച് പഠിക്കാൻ കൊടുത്തിരുന്ന സോഫ്റ്റ്വെയർ ഗ്രേപ്സ് ആയിരുന്നു. ഗ്രേപ്സ് തന്നെ ഇതിനകം ഡയറക്റ്റ് കോഴ്സുകൾ പലതും നടത്തി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഗ്രേപ്സിൻ്റെ സർട്ടിഫൈഡ് ഡിജിറ്റലൈസേഷൻ ടെക്നീഷ്യൻസിന് ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലവും ഈ ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഗ്രേപ്സോളം ആക്യുറസി ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ നൽകുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വളരെ റെയറായിട്ടാണ് നമ്മുടെ കോഴ്സുകൾ, ബാച്ചുകൾ നടക്കുന്നത്. എപ്പോഴും ഇല്ല. കാരണം അത് നമുക്കൊരു ബിസിനസ് അല്ല. ഇൻഡസ്ട്രിയിൽ ഡിജിറ്റലൈസേഷനെ കുറിച്ച്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിനെ കുറിച്ച് ആധികാരികമായ നോളജുള്ള മനുഷ്യരുണ്ടാവണം എന്നതുകൊണ്ടാണ് നമ്മൾ ഒരു 2-3 കൊല്ലം കൂടുമ്പോൾ ഒരു ബാച്ചാണത് ചെയ്യുക.
ഒരു എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ മൊത്തം ഒരു 50-60 പേരാണ് ഗ്രേപ്സിൻ്റെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ളവർ. അവർ അത്യാവശ്യം ഹോസ്പിറ്റലിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. അവർ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലയിടത്തുനിന്ന് അവർക്ക് കോളുകൾ കിട്ടുന്നുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഗ്രേപ്സ് അന്നും ഇന്നും പോകുന്നത്. നാളെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ ഏറ്റവും നൂതന ടെക്നോളജികൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുമുണ്ട്. അത് എല്ലാവർക്കും സ്വാഗതമല്ല, അങ്ങനെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യാനും നാളത്തെ ഹെൽത്ത് ഇൻഫോർമേഷൻസിൽ എനിക്കും ഒരു റോളുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് സ്വാഗതമുള്ളത്. ഓക്കെ, ഗ്രേപ്സിൻ്റെ ഈ ഒരു വളരെ സുന്ദരമായ ടെക്നോളജി ലോകത്തിലേക്ക് അത്തരത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം.